3, 4. ഹലോ വെൽക്കം ബാക്ക് ടു ജാസ് വേൾഡ്. ഇതേ ഞാൻ പൂവരിയണത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഓണം സെലിബ്രേഷൻ ആയിരുന്നു കോളേജിൽ. അപ്പോൾ ഫസ്റ്റത്തെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് പൂക്കള മത്സരമാണ് കേട്ടോ. അപ്പോൾ ആർട്സ്, എഞ്ചിനീയറിംഗ്, പോളിടെക്നിക്ക് ഈ 3 കോളേജസാണുള്ളത്. ഞാൻ പോളിടെക്നിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കോളേജുകൾ തമ്മിലുള്ള മത്സരമായിരുന്നു പൂക്കളത്തിന്. അതേ പൂവൊക്കെ തകൃതിയായിട്ടായിരിക്കുന്നുണ്ട്. സ്റ്റാഫും സ്റ്റുഡൻസും കൂടിയാണ് കേട്ടോ പൂക്കളിടുന്നത്. അങ്ങനത്തെ കുട്ടികൾ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങി. ഇപ്പോൾ സ്റ്റാഫും സഹായിക്കുന്നുണ്ട്. അങ്ങനത്തെ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പോളിടെക്നിക്കിനാണ് കേട്ടോ ഫസ്റ്റ് കിട്ടിയത് പൂക്കളിട്ടിട്ട്. അങ്ങനത്തെ നമ്മുടെ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ ഓണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പരിസരത്തുള്ള മുതിർന്ന പൗരന്മാരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 40ഓളം പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത മ്യൂസിക്കൽ ചെയർ ആയിരുന്നു കോമ്പറ്റീഷൻ. വൻ കോമഡി ആയിരുന്നു. പിന്നീട് ഇതേ അമ്മമാർ നമ്മുടെ പ്രോഗ്രാം ആസ്വദിച്ച് കാണുന്നുണ്ട്. അതിനുശേഷം ഇതേ മെഗാ തിരുവാതിര ഉണ്ടായിരുന്നു. ഞാനും ഉണ്ടായിരുന്നു കേട്ടോ തിരുവാതിരയ്ക്ക്. അതിനുശേഷം ദേ മലയാളി മംഗമാരൻ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും തന്നെ ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പോളിയിൽ ഈ ഒരു സാറിനാണ് കേട്ടോ മലയാളി മാരൻ കിട്ടിയത്. അങ്ങനെ ദേ അടുത്ത പരിപാടി ഫുഡ് സദ്യ കഴിക്കലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സദ്യയൊക്കെ കഴിക്കുകയാണ്. ഇത് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. നമ്മൾ കൊളീഗ്സൊക്കെ കൂടിയിരുന്ന് സദ്യ കഴിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്നൊരു കാര്യമാണ് ഫുഡ് കഴിക്കൽ. അങ്ങനെ ദേ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതേ ഇങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് നമ്മുടെ കോളേജിലൊരു മ്യൂസിക് ബാൻഡ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓണം സ്പെഷ്യലായിട്ട് അവരുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ദേ ഘോഷയാത്രയാണ്. ഇതിലാണ് അടിച്ച് പൊളിച്ച് തിമിർത്തത്. അങ്ങനെ അടുത്ത മത്സരം തുടങ്ങിയിരിക്കുകയാണ്, വടംവലി. ഇതിപ്പോൾ ഫൈനലാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. വാശിയേറിയ മത്സരമായിരുന്നു. നമ്മുടെ പോളിടെക്നിക്കും ആർട്സും തമ്മിലായിരുന്നു. അങ്ങനെ പോളിടെക്നിക്ക് ജയിച്ചിരിക്കുകയാണ്. അവരുടെ ആഹ്ലാദ പ്രകടനങ്ങളൊന്ന് കണ്ടിട്ട് വന്നാലോ. അങ്ങനെ ഇതേ ലാസ്റ്റ് ഉറിയടിയിലോട്ട് കടന്നിരിക്കുകയാണ്. അതും അടിപൊളിയായിട്ട് നടന്നു. ഉറിയടി മത്സരം അടിപൊളിയായിട്ട് നടന്നു. അങ്ങനെ ഇതേ ലാസ്റ്റ് കലാശക്കൊട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണം അടിച്ച് പൊളിച്ച് തിമിർത്തിട്ടുണ്ട്.